ഇല്ല ശരി. ഞാൻ ചോദിക്കാം, അതായത് നിങ്ങൾ 5 വർഷം ഔദ്യോഗികമായിട്ട് ഈ ഭരണ സംവിധാനത്തിനകത്ത് മെമ്പറായിട്ട് നിലനിന്നു. അന്ന് പഠിച്ചതെന്താ ആ അനുഭവം? ശരിക്കും എന്തൊക്കെയാണ് പഠിച്ചത്? ജനങ്ങളുമായിട്ടുള്ള ഈ ഭരണകൂടത്തിനകത്ത്, ഒരു ഭരണസമിതിക്കകത്ത് നിന്ന്, അതിനു മുന്നേ നമ്മളൊരു കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ഒരു പാർട്ടി പ്രവർത്തകനും ഇതിനകത്ത് ഗവൺമെൻറ്റിൻ്റെ ഒരു മനുഷ്യനായിട്ട് മാറുകയാണ്. ആ മെമ്പർ പരിപാടി എൻ്റെ ഒക്കെ നാരായണേട്ടനെ എല്ലാവരും ഒരു ജനങ്ങൾ പോലും നാരായണേട്ടന് പവർ എടുത്തിട്ടുണ്ട്. ഇപ്പം വേണുവേട്ടനോ ഇല്ലെങ്കിൽ മറ്റേ പ്രസിഡൻറ്റ് രാധാേട്ടനോ അതേ പവറാണ് നിൽക്കും ഒരു മെമ്പർ എന്നുള്ളത്. പക്ഷേ നമ്മുടെ നാട്ടിൽ ഈ ജാതിയും അങ്ങനെ പലതരത്തിലുള്ള ആളുകളിൽ തട്ടായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഈ അധികാര വ്യവസ്ഥയിൽ ആ 5 വർഷം കൊണ്ട് നിങ്ങൾ എന്താണ് പഠിച്ചത്? എന്താണ് നിങ്ങൾക്ക്? 2 കാര്യം. ഒന്ന്, എൻ്റെ അമ്മയ്ക്ക് പെൻഷൻ കിട്ടി. അത് ഞാൻ അതിൽ എനിക്കൊരു റോളും ഇല്ല. അവിടെ ആരോ ഒരു സഹാക്കളാരോ കണ്ടിട്ട് എഴുതി കൊടുത്താണ്. അവർക്കത് കിട്ടിയപ്പോൾ എനിക്കത് എൻ്റെ കുടുംബത്തിൽ വലിയ അനുഭവമായി. അപ്പോൾ എനിക്കെന്ത് തോന്നി അറിയോ, നമ്മുടെ കൂടെ വരുന്നവരും അല്ലാത്തവരുമായിട്ട് നമ്മുടെ നാട്ടിലെ വയോവൃദ്ധന്മാർക്ക് മുഴുവൻ ആളുകൾക്കും പെൻഷൻ കൊടുക്കണം എന്നുള്ളൊരു ദൃഢനിശ്ചയം അന്നുണ്ടായിരുന്നു. പിന്നെയാണ് ഞാൻ ഭരണസമിതി വന്നത്. ആദ്യമായിട്ട് നടപ്പാക്കിയതോ അത് തന്നെ. 100% ആളുകൾക്കും പെൻഷൻ കൊടുത്തു. പിന്നെ ഒരു വൈകാരികമായിട്ടുള്ള ഒന്ന്, ഈ പ്രദേശങ്ങളൊക്കെ വെട്ടിമുറിച്ച് മുതുകാട് പറയുമ്പോൾ കിഴക്കേ കുടിക്കാർ, പടിഞ്ഞാറ് കുടിക്കാർ, പിന്നെ വടക്കാരന്മാർ, മുതുകാടന്മാർ, അങ്ങനെ വേർതിരിവുണ്ടായിരുന്നു. അതേപോലെ തോട്ടുപാടത്താണെങ്കിൽ ആക്കരക്കുളമ്പുകാർ, തോട്ടുപാടംകാർ, പരപ്പലിനാണെങ്കിൽ മേലെ പരപ്പന താഴെ പരപ്പന, അവർ തമ്മിൽ സ്പർദ്ധയുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ അതൊക്കെ ഉയർന്നു വന്നു. അത് ഏറ്റവും വൈകാരികമായ ആനപ്പങ്കാടും കുട്ടവും തമ്മിൽ 2ആയി തിരിഞ്ഞ് അവർ തമ്മിൽ ഏറ്റുമുട്ടേണ്ട ആ വക്കിലെത്തി. ഞാൻ അതിനെ പാർട്ടിയുടെ എല്ലാ സ്രോതസ്സും വിളിച്ചു കൂട്ടി അവിടെ വെച്ച് അതിനെ ഉന്മൂലനം ചെയ്തു. അതുപോലത്തെ തോട്ടുപാട് ആക്രമണം പറഞ്ഞ 2-2 അവർ തമ്മിൽ തല്ലേണ്ട അവസ്ഥയെത്തി. അപ്പം ഞാൻ അവിടെ യോഗം വിളിക്കും. അവരിനെ വിളിച്ച് ഇവിടെ ഇരുത്തും, ഇവിടെ വിളിച്ച് അവിടെ ഇരുത്തി. അതുപോലെ പാർട്ടിയുടെ നേതാക്കന്മാരും മണ്ഡലപ്പെട്ടവരെല്ലാം കൊണ്ടുവന്ന് അവിടെ വെച്ച് ഇരുത്തി ആ പ്രശ്നം തീർത്തു തന്നെ പറയാം. തീർത്തു. ഇപ്പൊ എനിക്ക് അവിടെ പോയി ഏത് വീട്ടിൽ ചായ തരും, ചോറ് തരും ഒക്കെ പറയുന്ന കാര്യം നല്ല ഇഷ്ടമാണ് എന്നെ. സന്തോഷങ്ങൾ പിന്നെ എന്തൊക്കെയാ മെമ്പർ ആയതിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന ലൈഫിൽ സന്തോഷങ്ങൾ എന്തൊക്കെയായിരുന്നു? ഞാൻ ഈ വാർഡിൽ കംപ്ലീറ്റും ഇലക്ട്രിസിറ്റി ബൾബ് നിറച്ചു. അപ്പൊ എല്ലാവർക്കും സന്തോഷമായി. അവരുടെ മുഖത്ത് എല്ലാവരുടെ മുഖത്ത് സമ്പൂർണ്ണ വൈദ്യുതി ആയി വന്നത് പാലക്കാട് ജില്ലയിലാണെങ്കിൽ കണ്ണൂർ പഞ്ചായത്തിലാണെങ്കിൽ ഈ വാർഡിലാണ് ആദ്യം തുടങ്ങിയത്. അതിന് നേരത്തെ ഉള്ള മെമ്പർമാരും സഹാക്കളൊക്കെ അതിന് കുറച്ചൊക്കെ ആയിട്ട് ഏകദേശം 99% ആക്കിയതാണ്. ഞാൻ ഒരു സ്റ്റെപ്പ് കൂടി നിങ്ങളുടെ ഔദ്യോഗിക കാലഘട്ടത്തിൽ അത് പൂർത്തീകരിച്ചത്. പിന്നെ കുടിവെള്ളം വളരെ പ്രശ്നമായിരുന്നു. അതിന് ഞാൻ നല്ലവണ്ണം ഇടപെട്ടു. പറഞ്ഞാൽ എല്ലാ ഭാഗത്തും നല്ലവണ്ണം ഇടപെട്ടു. എത്ര പദ്ധതി വന്നു പുതിയതായിട്ട്? 5 വന്നു. ഏതൊക്കെയാണ്? തോട്ടുപാട് ആക്രക്കുളമ്പ്, പരപ്പന, കുട്ടം, ആനപ്പങ്കാട്. പിന്നെ ആനപ്പങ്കാട് അതെങ്ങനെ ഇങ്ങനെ അടിക്കുന്ന ബോർവെൽ മെഷീനാ? അല്ല, മോട്ടർ പമ്പിങ് സിസ്റ്റം. നമ്മുടെ ആ ഭാഗത്ത് ആ അറ്റത്തൊന്ന്. പിന്നെ സംബന്ധിച്ച് കഴിഞ്ഞു. ഇപ്പൊ സമ്പൂർണ്ണ കുടിവെള്ളം. ആളുകൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ മെമ്പറിന് എന്തും പറയാനുള്ള ആളുകൾക്ക് അവകാശമുണ്ട് എന്നുള്ള രീതിയിൽ അതിനെ ദുരുപയോഗം ചെയ്യും. അങ്ങനെ നമ്മളെ വൈകാരികമായിട്ട് നമ്മുടെ ഈ 5 വർഷത്തെ കാലയളവിൽ വിഷമമുണ്ടായ അതെന്താ ഞാൻ ചോദിക്കണം എന്താ വെച്ചാൽ, അടുത്ത മെമ്പറോടും ആളുകൾ ഇങ്ങനെയൊന്നും ചെയ്യുക. അത് ഏത് പാർട്ടി ആയിക്കോട്ടെ, ചില ഒരു പരസ്പര ബഹുമാനത്തോടെ വേണം അതൊക്കെ ചെയ്യാൻ. അങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടോ മോശം അനുഭവങ്ങൾ? നിതീഷേ, ഞാൻ മെമ്പറാകുന്നതിന് മുമ്പ് എല്ലാവരുടെ വീട്ടിലും അവിടെ ഒരു ആങ്ങളയോ ഏട്ടനോ അനിയനോ ഒക്കെ ആയിരുന്നു. അത് ഒറ്റ കാരണം കൊണ്ട് തന്നെ അവരെനിക്ക് എന്നെ എന്ത് പറഞ്ഞാലും അത് പറയാൻ അവർക്ക് ബാധ്യതയുണ്ട്, കേൾക്കാൻ എനിക്ക് ബാധ്യതയുള്ളത് വെച്ച് അത് മുഴുവൻ കേൾക്കും. ചെയ്തു കൊടുത്തോ ഇല്ല അത് വേറെ കാര്യം. അവർ പറഞ്ഞത് മുഴുവൻ കേൾക്കാനും അവരുടെ മനസ്സിനൊത്ത് ഇടപെടാനും എനിക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം. നിങ്ങൾ ഇവിടെ ഒരു വായനശാല തുടങ്ങാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ഈ സ്ഥലത്ത്? അതെ. അത് ഷാജിയായിട്ട് എന്നെ കൊണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ശ്രമം എന്തുകൊണ്ടാ അത് പിന്നെ അത് പൂർത്തീകരിക്കാൻ പറ്റാതായതുകൊണ്ടാ? അതെ, അതിൽ കൂടെ നിന്നവര് അവിടെ വരും പോവും ചെയ്യാനുള്ള സാധ്യതയില്ല. എല്ലാവരും ജോലിക്കാരും ഇടപെട്ടുള്ളത് മനസ്സിലായി. പിന്നെ പിള്ളേരെന്ന് പറഞ്ഞാൽ പിള്ളേർ ഇവിടെ വന്നിരിക്കേണ്ട ഒരു സാഹചര്യം ഇല്ല. കാരണം ഇതൊരു ഒരു ഒരു
വഴിവിളക്ക് പോലെ ഉള്ളതാണ്. വഴിവിളക്ക് പോലുള്ള അവിടെ ഒന്നും ആരും ഇരിക്കില്ല. അവർ ഇരിക്കണമെങ്കിൽ കണ്ണുകൊണ്ട് നോക്കി കാണുന്ന കൗതുകങ്ങളോ എന്തെങ്കിലുമൊക്കെ വേണം എന്നുള്ളതാണ്. അത് നമ്മളിവിടെ ചുറ്റുപാടിലില്ല. എല്ലാവരും കണ്ടാല് നീ ഇപ്പൊ അവന്റെ കൂടെ കൂടിയോ, നീ ഇപ്പൊ അവന്റെ കൂടെ കൂടിയോ, അവന്റെ കൂടെ ചീത്ത പറയും, ഇവരുടെ കൂടെ ചീത്തയാകും എന്നൊക്കെ പറഞ്ഞ് നമ്മളോട് അങ്ങനെ ആണെങ്കിലെങ്കിലും അവരുടെ ഉള്ളിൽ പരസ്പരം വിലക്കുന്നതുണ്ട്. ഒരു അപേക്ഷ കൊടുക്കാൻ പറ്റുമോ? എന്താ ചോദിച്ചെന്ന് വെച്ചാൽ സമുന്നതി പ്രൊജക്ട് എന്ന് പറഞ്ഞൊരു പ്രൊജക്ട് ഉണ്ട് ഇവിടെ ബ്ലോക്ക്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ SC/ST കൂടുതലുള്ള ബ്ലോക്കുകളിൽ ഒന്ന് ഇതിൽ കുഴൽമന്ദിരം സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പലതരത്തിലുള്ള ഫണ്ടുണ്ട്. ഇപ്പോൾ യുവജന കേന്ദ്രങ്ങൾ തുടങ്ങാം. 25 ലക്ഷം രൂപയാണ് അതിൻ്റെ പദ്ധതി. നമ്മുടെ അംഗൻവാടി കെട്ടിടത്തിൻ്റെ മുകളിലില്ലേ, ആ കെട്ടിടം ഇപ്പോൾ വെറുതെ കിടക്കുകയാണ്. അപ്പോൾ അതിന് സെക്രട്ടറിക്ക് നമ്മൾ ജനകീയമായിട്ട് ഒരു കത്ത് എഴുതി കൊടുത്തിട്ട് നമുക്കത് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമ്മളെ പണ്ട് തുടങ്ങിയ ഇല്ലെങ്കിൽ പഞ്ചായത്ത് തുടങ്ങുന്ന ഒരു വായനശാലയാണെങ്കിൽ ആ കെട്ടിടത്തിന് നമുക്ക് ഉപകാരപ്രദമാക്കാം. അപ്പോൾ ആ കെട്ടിടത്തിനകത്തുള്ള നിയമനിർമ്മാണം ഇപ്പോൾ കുടിവെള്ള കമ്മിറ്റി പോലെ നമ്മൾ തന്നെ ഈ വാർഡിലുള്ള ആളുകൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞാനും സപ്പോർട്ട് ചെയ്യാം. അത് ശരി തന്നെയാണ്. പക്ഷേ ഇത് എത്രത്തോളം പ്രാബല്യം വരുന്ന അറിയില്ല. നമുക്കൊരു കത്ത് കൊടുത്ത് നോക്കാം. സർക്കാരിന്റെ നിയമങ്ങള് വളരെ സങ്കീർണമാണ്. മനസ്സിലായി. ഏത് വഴിക്ക് പോയാലും ചോദ്യം ചെയ്യപ്പെടും. ഞാനല്ല, ഇവിടെ ചോദ്യമല്ല, ഇവിടെ നമ്മളല്ല, നമ്മൾ എതിരാളികളോ മറ്റുള്ളവരല്ല, ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ചുറ്റുപാടിലാണ് നിൽക്കുന്നത്. ആ ഒരു വിഷയം കണക്കിലെടുക്കണം. നമ്മുടെയാണ് അംഗനവാടി, നമ്മുടെയാണ് മുതുകാട്, നമ്മുടെയാണ് ആളുകൾ എന്നൊക്കെ ധരിക്കും. പക്ഷേ അവിടെ ഒരു പ്രോജക്റ്റ് പുതുതായിട്ട് വരുമ്പോൾ ആ പ്രോജക്റ്റിനെ പറ്റി ആർക്ക് വേണമെങ്കിൽ ചോദ്യം ചെയ്യാം. അല്ല, ആ സ്പേസ് അവിടെ ഉണ്ട്. അപ്പൊ നമുക്കതിന് പൊതുജന എല്ലാ രാഷ്ട്രീയക്കാരനെയും വിളിക്കുക. കക്ഷി രാഷ്ട്രീയ മത ജാതി ഭേദം തന്നെ ആ കെട്ടിടത്തെ ഉപയോഗം വെച്ച് നോക്കുമ്പോൾ അത് എത്രത്തോളം പ്രാബല്യത്തിൽ വരുന്ന ചെറിയ സംശയമുണ്ട്. നമുക്ക് കത്ത് കൊടുക്കാൻ താല്പര്യമുണ്ടോ? ഒരു കത്ത് കൊടുക്കാൻ കൊടുക്കുന്നതുകൊണ്ട് ഒരു വിരോധമില്ല. ഒരു കത്ത് കൊടുക്കാം. നമുക്ക് ജനകീയമായിട്ട് എല്ലാവരും ഒപ്പുശേഖരം നടത്തിയിട്ട് വേണമെങ്കിൽ ഒരു കത്ത് കൊടുക്കാം. പിന്നെ എൻ്റെ 2-3 ചോദ്യങ്ങളാണ്. ഞാനൊരു നിയമപരമായിട്ട് സാമൂഹ്യ പ്രവർത്തനം ചെയ്യണമെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് ഇപ്പോൾ ഗ്രാമസഭ, വിവരാവകാശ നിയമം, സോഷ്യൽ ഓഡിറ്റ്, കേരള പഞ്ചായത്ത് രാജ് ആക്ട് ഇതൊക്കെ പഠിച്ചിട്ട് നമ്മൾ ആളുകൾ തല്ലാനും പിടിക്കാനും പിണങ്ങാനൊന്നും പോകണ്ട. നിയമപരമായിട്ട് നമ്മളൊരു അപേക്ഷ കൊടുക്കുമ്പോൾ സെക്രട്ടറിക്ക് വേണമെങ്കിൽ അത് നിരസിക്കാം, ഇല്ലെങ്കിൽ എടുക്കാം. ഇത്രേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അനാവശ്യമായിട്ട് നിരസിക്കുകയാണെങ്കിൽ നമ്മൾ നിയമം പഠിച്ചിട്ട് ചോദ്യം ചെയ്യണം. സാറേ അത് ശരിയല്ലല്ലോ, അത്രേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ലൈഫിൽ ഇപ്പോൾ വിവരാവകാശ നിയമം നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ? 2005 നിയമം വന്നത്. അപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും വിവരാവകാശം കൊടുത്തിട്ടുണ്ടോ? എന്ത് വിഷയത്തിലൊക്കെ ആയിരുന്നു? കൃത്യമായി പറയാൻ കഴിയില്ല. ഉപയോഗിച്ചിട്ടുണ്ട്. 10 രൂപയുടെ സ്റ്റാമ്പ് ഒട്ടിച്ചിട്ട് വിവരാവകാശം ഉപയോഗിച്ചിട്ടുണ്ട്. ഗ്രാമസഭകൾ എനിക്ക് സ്റ്റാമ്പ് ഒട്ടിക്കണ്ട. ഗ്രാമസഭകൾ സജീവമായിരുന്നു ആ കാലഘട്ടത്തിൽ. തീർച്ചയായും കോറം തയ്ഞ്ഞിട്ട് തന്നെയാണ് കൂടി അന്നൊക്കെ സജീവമായിരുന്നു. നിറയെ ആളുണ്ടായിരുന്നു, നിറയെ ആൾ വിമർശിക്കുമായിരുന്നു. ജനാധിപത്യം എന്ന് പറയുന്നത് സത്യത്തിൽ അഭിപ്രായ രൂപീകരണമല്ലേ? പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ രൂപീകരിക്കപ്പെടുമ്പോഴല്ലേ ജനാധിപത്യം മെച്ചപ്പെടുക? അതെ. ജനാധിപത്യം ഒരുപാട് ഘടകങ്ങളുണ്ട്. അതിലൊന്നും നിങ്ങൾ പറഞ്ഞതാണ്. ഓക്കെ, താങ്ക് യു. വെൽക്കം. എൻ്റെ ആദ്യത്തെ വീഡിയോ ആണ് യൂട്യൂബ് ചാനലിൽ.